ഹലോ. കുറച്ച് ദിവസം മടിക്ക് ശേഷം ഞാൻ ദാ വീണ്ടും എത്തി. ഇന്ന് നമുക്കൊരു കല്യാണം കൂടാനായിട്ടുണ്ട്. വേറെ ആരുടെയല്ല, എൻ്റെ സ്കൂൾ ടൈം മുതലുള്ള ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായിട്ടുള്ള കൃഷ്ണയുടെ കല്യാണമാണെന്ന്. അപ്പം നമുക്ക് കല്യാണ പരിപാടി കണ്ടുവന്നാലോ? ഞങ്ങൾ മൊത്തം 7 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട് ഗ്രൂപ്പാണ്. എല്ലാവർക്കും ജോലിയൊക്കെ ആയി പല പല വഴിക്ക് തിരിഞ്ഞാലും കൊല്ലത്തിൽ ഒരിക്കലുള്ള മാൻഡേറ്ററി മീറ്റപ്പിനോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കാണാനായിട്ട് പറ്റണത്. 10th കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ 8 കൊല്ലം കഴിഞ്ഞു. ഇത്ര നാൾക്കിടയിൽ എന്നും വിളിക്കുകയോ സംസാരിക്കുകയോ കാണലൊന്നും ഇല്ലേലും ഇതുവരെ ഞങ്ങളുടെ ഇടയിൽ ആ കാര്യം കൊണ്ട് ഒരു ഗ്യാപ്പോ ഓക്വർഡ്നെസ്സോ ഒന്നും തോന്നിയിട്ടില്ല. കഴിഞ്ഞ വട്ടം കണ്ടപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ തൊട്ട് തന്നെ അടുത്ത വട്ടം കാണുമ്പോൾ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് പറ്റാറുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ് എല്ലാവർക്കും കിട്ടണതുമല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ PTA മീറ്റിംഗിന് വരുന്ന എൻ്റെ അമ്മോട് ടീച്ചേഴ്സ് പറയാറുള്ള മെയിൻ കാര്യം എന്താണെന്നറിയോ? മോള് നന്നായിട്ട് പഠിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര വർത്താനം ചെക്കിയാണെന്ന്. ഇനിയിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളായിട്ട് ഞാൻ അത്ര കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ ഞാനിങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ എൻ്റെ സീറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെ സീറ്റ് മാറ്റി മാറ്റി എൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരാളുടെ അടുത്ത് ഞാൻ എത്തി. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഐ ഫൗണ്ട് മൈ ട്വിൻ. അത് വേറെ ആരുമല്ല, ഇവൾ തന്നെ. കാലത്ത് സ്കൂൾ ബസ്സിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം ട്യൂഷനും കഴിഞ്ഞ് വീട്ടിൽ എത്ര വരെ വർത്താനവും ചിരിയാണ്. ഇതൊക്കെ കഴിഞ്ഞതായി ഇപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞേ തോന്നുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒരാളെ കിട്ടാന്ന് പറയണത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവളുടെ കൂട്ടിന് അതുപോലെ ഒരാളെ അവൾ സ്വയം കണ്ടെത്തി. ഇപ്പം ഇതാ അവളുടെ ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആൻഡ് മെമ്മറബിൾ മൊമെന്റ്സ് ഇങ്ങനെ വിറ്റ്നസ് ചെയ്യുമ്പോണ്ടല്ലോ സ്വന്തം മോളെ കെട്ടിച്ചു വരുന്ന സന്തോഷമാണ് എനിക്ക്. സമയം പോണതനുസരിച്ച് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. ചിലർക്ക് ജോലിയായി, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ലൈഫ് അങ്ങനെ ഓരോ രീതിയിൽ ബിസിയായി പോയെങ്കിലും ഇത്ര നാളുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരുന്നിട്ടില്ല. എന്തൊക്കെ തിരക്കിൽ പെട്ടുപോയാലും ആദ്യം ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇവരെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ഇതുവരെ വിട്ടുപോയിട്ടില്ല, ഇനി വിട്ടുപോവുകയില്ല. ഫ്രണ്ട്ഷിപ്സ് ഒരിക്കലും കോൺസ്റ്റന്റ് മെസ്സേജസിലൂടെയോ കോൾസിലൂടെയോ ഒന്നും അല്ല അളക്കേണ്ടെന്നുള്ള കാര്യം എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കി തന്നത് ഇവരാണ്. ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് സാരി എടുത്ത് ഷോ ഇറക്കിയില്ലേ പിന്നെ എന്ത് കാര്യം എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും സാരി എടുത്തിട്ടാണ് വന്നത്. കല്യാണക്കാരി ഉറപ്പിച്ച ടൈമിൽ എടുത്ത തീരുമാനമാണ് കേട്ടോ അത്. ചൂട് കണ്ടപ്പോൾ അത് മാറ്റി തീരുമാനിച്ചാലോ എന്ന് ആലോചിച്ചെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. സാരി എടുത്ത് വന്നതേ ഓർമ്മയുള്ളൂ എനിക്ക്. പുഴുകിയിട്ടുണ്ടല്ലോ, വെന്തുരുകി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അവിടെ വെച്ച് ഞങ്ങൾ അടുത്ത തീരുമാനം എടുത്തു. ഇനി അടുത്ത ആളുടെ കല്യാണം തൊട്ട് AC ഹാളിൽ നടത്തിയാൽ മതിയെന്ന്, പ്രത്യേകിച്ച് അത് സമ്മർ വെക്കേഷനിലാണെങ്കിൽ. അങ്ങനെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സ്റ്റേജിൽ കയറി പെണ്ണിൻ്റെ ചെക്കനെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ടിരുന്നു. നല്ല ചൂട് സദ്യയും ചൂട് വെള്ളവും ചൂട് പാലാടിയും. അവിടെ ഇരുന്നിരിപ്പിൽ ആ സാരി വലിച്ചു കയറി കളയാനാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ചൂട്. എന്നാലും പിന്നെ സദ്യ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാനത് ഫുള്ളും കഴിച്ചിട്ട് എണീറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞ് പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിന്ന് കീർത്തനയുടെ വീട്ടിൽ പോകണം എന്നുള്ള കാര്യം ഓർത്തത്. കീർത്തനയാണെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് 4 ദിവസം ലീവിനാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അവൾക്ക് എപ്പോഴും ലീവ് കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ ഒരു ദിവസം അവൾ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അവിടെ ആവും. അങ്ങനെ അവരോടൊക്കെ ടാറ്റയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് ബസ് കയറി. വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കീർത്തനൻ്റെ അവിടേക്ക് ബസ് കയറി. അവളുടെ അവിടേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിനൊക്കെ ഉള്ള ബസ് ട്രാവൽ ഉണ്ട് കേട്ടോ. സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ അടുത്ത് തന്നെയാണ് അവളുടെ അമ്മേൻ്റെ ടൈലർ ഷോപ്പ് ഉള്ളത്. അവിടെ പോയി സരിതാൻ്റെ അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേനും എനിക്ക് വിളിച്ച് ഓട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ചധികം ഉണ്ട് കീർത്തനൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ ഓടിക്കുന്നത് നമ്മുടെ ഷബീറൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടിട്ട് കുറേ നാളായ കാരണം ആളെന്നോട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ഇതാണ് നമ്മുടെ കീർത്തനൻ്റെ വീട്. ആ നിൽക്കുന്ന ചെടുങ്ങുകളൊക്കെ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടാ. എത്തിയതും പോയി 2 ഗ്ലാസ് തണുത്ത വെള്ളം മുന്തിയപ്പോഴാണ് എനിക്ക് കണ്ണൊന്ന് തുറന്നത്. അത് കഴിഞ്ഞ് പോയി ഡ്രസ്സൊക്കെ മാറ്റി കുറച്ചു നേരം ഫാനിൻ്റെ അടിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പുച്ഛാണ് കീർത്തനൻ്റെ മുഖത്ത് നിങ്ങളിപ്പോൾ കണ്ടത്. ഹോസ്റ്റൽ ജീവിതമായതുകൊണ്ട് വീട്ടിൽ വന്ന് ചോറും കലാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കീർത്തനയ്ക്ക് പ്രാന്താണ്. പാവം അവിടെ നല്ല ഫുഡൊന്നും കിട്ടാണ്ടേ. ഞാൻ വരണോണ്ട് സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി സരിതാൻ്റെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ച് വരണോണ്ട് എനിക്ക് ബിരിയാണിക്കുള്ള വിശപ്പില്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും തിന്നാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ബന്ധമില്ലാത്ത 2 സാധനങ്ങൾ എനിക്കെടുത്ത് തന്നിട്ട് അവൾ കഴിക്കായിരുന്നു. ഉപ്പിലിട്ടതും ചക്ക വറുത്തതും. എന്തായാലും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്ന ശീലം എനിക്ക് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് കൊണ്ടേ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏത് വീഡിയോ കാണണമെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആദിത്യയുടെ പുതിയ വീഡിയോ സജഷനിൽ വന്നേക്കണു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിരുന്ന് കണ്ടു. ഇതാണ് കേട്ടോ കീർത്തനൻ്റെ പുതിയ വീട്. ഒരു ക്വിക്ക് ഹോം ടൂർ കാട്ടിത്തരാം. ഒന്ന് സ്വസ്ഥമായിട്ട് ഫാൻ്റെ കാറ്റും കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും സമ്മതിച്ചില്ല. കറണ്ട് പോയിന്നേ. പുറത്ത് പൊള്ളണ വെയിൽ കാരണം നടക്കാനും വയ്യ, വീടിൻ്റെ ഉള്ളിൽ ചൂട് കാരണം ഇരിക്കാനും വയ്യ. അങ്ങനെ ഒന്ന് വെയിലാറി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
നൈസ് സ്ഥലമാട്ടാ, പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം. ഇവിടെ അടുത്താണ് ചിമ്മിനി ഡാമൊക്കെ ഉള്ളത്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് നടന്നു വരുമ്പോഴാണ് ഒരു ഷോർട്ട് കട്ട് അറിയാമെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഒരു ഊട് വഴി കൂടെ കൊണ്ടുപോയത്. തേങ്ങ അവിടെ വെച്ചൊരു പട്ടി ഓടിപ്പിക്കാൻ വന്നു. ഭാഗ്യത്തിന് അതിന് കടി കിട്ടിയില്ല. അവിടുത്തെ മൃഗങ്ങളൊക്കെ സാധാരണ ഫ്രണ്ട്ലി ആവാറുണ്ട്. ആ ഒരു ഇതിൽ നടന്നതാ നന്നായന്. അത് കഴിഞ്ഞ് ആ വഴിക്ക് വരുമ്പോണ്ടാ ഒരു പ്ലാവ് നിറയെ ചക്ക. നിറയെന്ന് പറഞ്ഞാൽ നിറയെ ചക്ക. പ്ലാവ് കാണാനില്ല ചക്ക കാരണം. തിരിച്ച് വീട്ടിലെത്തി ചൂടെടുത്ത് നിൽക്കാനും ഇരിക്കാനും വയ്യാന്ന് പറഞ്ഞപ്പോൾ കീർത്തനൻ്റെ അനിയൻ കിച്ചു പോയിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നു. ഈ മിഠായി കണ്ട ടെന്നീസ് ബോൾ പോലെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് ആൾ കീർത്തനയ്ക്ക് കാട്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കറണ്ടാണെങ്കിൽ വന്നും പോയി നിൽക്കായിരുന്നു. ടി വി കാണാനിരുന്ന ഞങ്ങൾക്കാണെങ്കിൽ പ്രാന്ത് പിടിച്ചു. ലാസ്റ്റ് ഞങ്ങൾ ഉമ്മർത്ത് ഇരിപ്പായി. കുറച്ചു നേരം അങ്ങനെ അപ്പുറത്ത് വീട്ടിലത്തെ പിള്ളേരായിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേനും വെളിച്ചം വന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ പോയി ചിക്കൻ ബിരിയാണി എടുത്തു തന്നു. സെറ്റാൻഡി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്, പ്രത്യേകിച്ച് ബിരിയാണി. അങ്ങനെ ഫുഡും കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാ അപ്പുറത്തുനിന്ന് കമ്പനിയായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാ. കാലത്തെ സൂചിയാട്ടി പേടിപ്പിച്ച് അതിനെ കരയിപ്പിച്ചിട്ട് ഇപ്പം അതിനോട് മിണ്ടല്ല എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ വീണ്ടും ഇരുന്ന് ചൊറിയണ കീർത്തനനെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ വർത്താനം വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ എപ്പോഴാണ് കിടന്നുറങ്ങിയെന്ന് പോലും ഓർമ്മയില്ല. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ 10:30 കഴിഞ്ഞു. നാളെ എനിക്കൊരു കല്യാണം ഉണ്ട്, അതിനേക്ക് ഇടാൻ ഒന്നുമില്ല ദേവി ചേച്ചി എന്ന് പറഞ്ഞ് അവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി തൃശ്ശൂർക്ക് പോയി. പോണ വഴിക്ക് കീർത്തനയ്ക്ക് ത്രെഡ് ചെയ്യാനും കൂടെ കയറിയിട്ടാ. തൃശ്ശൂർ എത്തി റെഡിമെയ്ഡ് എടുക്കണോ മെറ്റീരിയൽ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ മാറ്റി ലാസ്റ്റ് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അത് ക്വീനിൽ നിന്ന് എടുക്കാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ എത്തിയതും എൻ്റെ ഫോൺ ഓഫായി പോയി. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഹലോ ഗായ്സ്, അപ്പോൾ കീർത്തനൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേനും അമ്മ വിളിച്ചു, ഡെലിവറി ചേട്ടൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി വന്ന് ഒരാളല്ല 2 പേര് വന്നു. ഒന്ന് മീഷോന്നും പിന്നെ ഒന്ന് നൈക്കയെന്നും. അപ്പോൾ നമുക്ക് ചെറുതായി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വീഡിയോ എടുക്കണതിന് മുന്നേ ചെറുതായിട്ട് ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. വല്ല നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ എത്തിയെന്ന് അറിയാൻ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ണി കണ്ട സാധനം എടുത്ത് വീഡിയോ എടുക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ചെറുതായി തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതാണ് ഞാൻ ഫസ്റ്റ് കാട്ടിത്തരാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മേക്കപ്പ് പൗച്ചാണ്. ഇതിന് ഡെലിവറി ചാർജ് അടക്കം 215 ആയത്. നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. നല്ല പ്രിന്റ് അങ്ങനത്തെ മെറ്റീരിയൽ ആട്ടോ, നല്ല സോഫ്റ്റ് സാധനം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒറ്റ കള്ളിയേ ഉള്ളൂ, അങ്ങനെ കുറെ കള്ളികളും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വലുപ്പമുണ്ട്. പിന്നെ ഇത് പിങ്കും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ്. ലെമൺ യെല്ലോ കളറും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബേബി ബ്ലൂ കളറും അവൈലബിൾ ആണ്. അങ്ങനെ വേറെ 2 കളേഴ്സിനും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നാളായി മേക്കപ്പ് പ്രോഡക്ട്സോ അപ്പം അങ്ങനെ ലൈക്ക് കോസ്മെറ്റിക് പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ പൗച്ച് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിരുന്ന എൻ്റെ പൗച്ച് കാണുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയായിരുന്നു, മോളെ ഒരു പൗച്ച് വാങ്ങിച്ചൂടെ, മീഷോന്ന് 100 രൂപ ആണെങ്കിൽ കിട്ടുമല്ലോ എന്ന്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൗച്ചായിട്ട് തരാം. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് അറ്റ് പ്രസന്റ്. ലൈക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് വാങ്ങിച്ച അത്ര പൈസ ചെലവ് ഇതിനുണ്ടായിട്ടുണ്ടോ? ഇല്ല. ലൈക്ക് ദിസ് ഇസ് ട്രാവൽ ഹാൻഡി. ഇത് മുഷിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ കീറിയാൽ തന്നെ കളയാ, റീപ്ലേസ് ചെയ്യുക, വേറെ കവർ വയ്ക്കാത്തുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും പേർക്ക് സാധനങ്ങൾ ഇതിനു വേണ്ടി ഞാൻ വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു കവറിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ച് അത്യാവശ്യം ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ തട്ടണം. അത് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സാധനമാണ്. എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ ഗായ്സ്? ട്രൈപോഡ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം വിചാരിക്കണ ഒരു സാധനമാണ് ട്രൈപോഡ്. എനിക്കിവിടെ ട്രൈപോഡ് ഇല്ല. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ
ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതൊന്നും അല്ല, ചെയ്ത് തുടങ്ങിയതൊന്നും അല്ല. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ്. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് വീഡിയോ എടുക്കേണ്ട ഒരു ഇതൊന്നും ഞാൻ അങ്ങനെ അതിലേക്കൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്കിങ്ങനെ ലൈക്ക് ഒരു കൊളാബ് കിട്ടി. ആദ്യമായിട്ട് എൻ്റെ അനിയനാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോകളൊക്കെ എടുത്ത് തരാറുണ്ട്. അവൻ പഠിക്കുന്നത് കൊല്ലത്താണ്. ഒരു 3-4 ദിവസമൊക്കെ മുടക്ക് കിട്ടുമ്പോഴേ വരാറുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് തരാനായിട്ട് ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അങ്ങനെ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മ എനിക്കിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നു. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വലിയ കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാട്ടിത്തരാം. 1 സെക്കൻഡ്. ഇതാണ് എൻ്റെ ഫോൺ സ്റ്റാൻഡ് അറ്റ് പ്രസന്റ്. ഇതാണ് എൻ്റെ സാധനം. ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണമായിരുന്നു. അപ്പം അമ്മേൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആൻഡ് ഇതുവരെ ഞാൻ അത് മാറ്റിയിട്ടില്ല. അതിൽ തന്നെയാണ് വീഡിയോ എടുക്കല്. ഇവിടെ ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ട് ആണ് വീഡിയോ എടുക്കല്. അപ്പം ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇതുമാതിരി ഒരു കേബിള് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക്, യൂസർ മാനുവൽ. ഇത് ചൈനീസിലും എഴുതിയിട്ടുണ്ട്. ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ചൈനീസിലും എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡില് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ആൻഡ് ഈ സാധനം വരുന്നതിന് മുന്നേ ഞാനിത് യൂട്യൂബിൽ നോക്കി പഠിച്ചിരുന്നു. ഈ സാധനം എങ്ങനെയാണ് തുറക്കണത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് സാധനം. നല്ല പ്രീമിയം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. മാറ്റ് ഫിനിഷ് രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കിങ്ങനെ ഇതിന്റെ ഈ സാധനത്തിലാണ് നമ്മൾ ഫോൺ വെക്കണത്. കണ്ടാ, ഈ സാധനം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മളിതിങ്ങനെ മുകളിലേക്ക് വലിക്കണം. ഇതിനകത്ത് ഫോൺ വെക്കാം. അങ്ങനെയാണ് സംഭവം. ആൻഡ് ഇതിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് കണ്ണാടിയിൽ നിന്ന് ലെയർ അടിക്കണുണ്ടോ? ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്. കുറച്ചും കൂടെ ലൈറ്റ് കൂടിയുണ്ട്. ഞാൻ പക്ഷെ അതിനകത്ത് വാം ലൈറ്റ് ഉണ്ടാവുന്നു. പക്ഷെ വാം ലൈറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വെള്ള വെളിച്ചാണ്. ചെറിയൊരു ഡിഫറൻസ്, അല്ലാണ്ട് കുഞ്ഞു ലൈറ്റ് പിന്നെ നമുക്ക് അത്ര പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ഈ സാധനം ലാശം ഇങ്ങനെ ആവുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ മരത്തിൽ സാധനം ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിങ്ങനെ ഇണങ്ങില്ല, കണ്ട. ആൻഡ് പിന്നെ ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യാം. പേടിയാവണം എനിക്ക്. റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെ. പറ്റും. ഇത്രയാണ് പറ്റും. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം. ട്രൈപോഡിന്റെ ഭാഗം അതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ അത് കൂടെ നമ്മള് അങ്ങനെയാണ് ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞത്. കിട്ടി. പൂ വിടരുന്ന പോലെ വിടരുന്നത് നോക്കൂ. വാവ്, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതാണ് ഇതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ലെങ്ത് എന്ന് പറയണത്. പക്ഷെ നല്ല ലെങ്ത് വരും കേട്ടോ. നീട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നീട്ടാൻ. അതിൻ്റെ ഇവിടെ ബ്ലൂടൂത്തിന്റെ സാധനം ഉണ്ട്. മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. കണ്ടോ, ഒരു ക്യാമറന്റെ ചിഹ്നമുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് പറയണത്. ഇപ്പം അറിയാത്തവർ വേറെ ആരും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഇൻ കേസ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലുതാക്കാം. 170 സംതിങ് സെന്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്നെക്കാൾ ഉയരമുള്ളതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. അതാകുമ്പോൾ ഒരാളുടെ നീട്ടത്തിൽ നമുക്ക്, ഒരാളുടെ ഉയരത്തിൽ നമുക്ക് വീഡിയോ എടുക്കാം. അതായത് ഞാൻ കാട്ടിത്തരാം. അതിന്റെ പൊന്നെ നല്ല ഉയരമുണ്ട്. കണ്ട, ഇതിനും വിട്ട് നീട്ടം വരും. ഇതിന് ഫുള്ള് നിവർത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ആൻഡ് 308 രൂപയ്ക്ക് ഇത് വെറുത്താണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര വെറുത്താണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ മീഷോന്ന് വന്ന സാധനങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നൈക്കയിൽ വന്ന സാധനങ്ങളിലേക്ക് പോകാം.
ഡോട്ട് ആൻഡ് കീന്റെ ഫേസ് വാഷ് ആണ്. ഇതെന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ഫേവറേറ്റ് ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ്. ലൈക്ക് അതിന് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാത്ത ഒരു ഫേസ് വാഷ്, ബട്ട് ഇറ്റ് ഡസ് ഇറ്റ്സ് ജോബ് റിയലി വെൽ. അപ്പോൾ എനിക്ക് ആ ഒരു ഫേസ് വാഷ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഞാൻ ജസ്റ്റ് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ വട്ടം ഇവിടെ ഹൈലൈറ്റ് മോൾ ഉണ്ട്, അപ്പൊ അവിടെ പോയപ്പോൾ ജസ്റ്റ് അവിടെയുള്ള സ്റ്റോറിന് പർപ്പിളിന്റെ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്. ഫേസ് വാഷ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി ഒരു ഫേസ് വാഷ് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ എടുത്തോ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞാനിപ്പോൾ സെക്കൻഡ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പേര് വന്നിട്ടുള്ളത് ഡോട്ട് ആൻഡ് കീ ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സാധനം കാണാം. ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ ആ ലിങ്കിൽ കയറി വാങ്ങിക്കാം. ആൻഡ് ഇതാണ് സെക്കൻഡ് സാധനം, കൊലോജിക്കാന്റെ സൺസ്ക്രീൻ. എനിക്കുണ്ടല്ലോ എൻ്റെ സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ ലോഷൻ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഇല്ലേ, സ്കിന്നിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ഒട്ടും അറിയാത്ത നോൺ സ്റ്റിക്കി ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പരമാവധി വാങ്ങിക്കുള്ളൂ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്, ഗായത്രി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഗായത്രി അല്ല, 2 ഗായത്രി ഉണ്ട് എനിക്ക് ഫ്രണ്ട്സ്, അതിലൊരു ഗായത്രി. അപ്പൊ അവള് റെക്കമെൻഡ് ചെയ്തതാണ്. ലൈക്ക് ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ മുഖത്തൊരു ഗ്ലോ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. എനിക്കിതിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും സ്കിന്നിൽ ഹെവി അല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഡസ് ദ ജോബ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 3ാമത്തെ ബോട്ടിലാണ് എൻ്റെ. സോ ഞാൻ ഇതും റെക്കമെൻഡ് ചെയ്യും. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ലിപ് ബാം ആണ്. ഇതിന്റെയും കവറ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു റാപ്പിംഗ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് ലിപ് ബാം. ഇത് ഹൈഫന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് വന്നിട്ടുള്ളത് വിറ്റാമിൻ ഇൻഫ്യൂസ്ഡ് പെപ്റ്റൈഡ് ലിപ് ബാം. വിന്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ് ബാം ആണിത്. ഇതും ഞാൻ യൂസ് ആക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങി യൂസ് ആക്കിയിട്ടല്ല. വിമലയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അന്ന ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് പാക്കേജിങ്, ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. പാക്കേജിങ്ങും പ്രോഡക്റ്റും നോക്ക്. ഇതിൻ്റെ ഉള്ളില് ഇങ്ങനത്തെ ഒരു 4 ഇടാനുള്ള സ്ഥലമുണ്ട്. ബട്ട് സാധനം നല്ലതാണ്. ഇതിന്റെ ഷെയ്ഡ് അടിപൊളിയാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ റിയലി ഗുഡ് ലിപ് ബാം. ലിപ് ഗ്ലോസ് പോലെയൊക്കെയുള്ള ഒരു സാധനമാണ്. ഇതാണ് ഇതിന്റെ കളർ വരുന്നത്. കാണാനുണ്ടോ? കണ്ട ഒരു ചോക്കോ കളറാണ്. കാരണം നമ്മുടെ ചുണ്ടിനൊരു ഗ്ലോസി ഫിനിഷ് തരും. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അതിൽ നിന്ന് വാങ്ങിച്ചോളൂ. വലിയ ഇൻഫ്ലുവൻസർ ആയപ്പോഴത്തേനും. അപ്പൊ ഇനി നമ്മുടെ പെട്ടിയിൽ ഒരു 3 സാധനങ്ങളും കൂടെ ബാക്കിയുണ്ട്. ഈ 3 സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്. ആൻഡ് ഇത് 3 മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ലൈക്ക് എനിക്ക് മേക്കപ്പിനെ പറ്റിയിട്ട് ABCD അറിഞ്ഞൂടാ. ഒരുപാട് കൂടി കുറച്ചും കൂടെ ലെവലപ്പ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസീലർ ആണ്. അത് ഇതാണ് സാധനം, കൺസീലർ. ഡാസ്ലറിന്റെ ക്യാപ്റ്റീവ് കൺസീലർ ലിക്വിഡ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ഒരു സ്റ്റോറിൽ കമ്മൽ നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. തൃശ്ശൂരുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ അറിയാം, ബെല്ലാമരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറാണത്. പുത്തമ്പള്ളി, തൃശ്ശൂർ പുത്തമ്പള്ളി ഭാഗത്തുള്ള ബെല്ലാമരിയ. അപ്പം ഞാൻ അവിടേക്ക് ഒരു കമ്മൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് മേക്കപ്പിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൺസീലർ വാങ്ങിച്ച് നോക്കിയാലോ എന്ന്. കാരണം എനിക്ക് ഒട്ടും ഡാർക്ക് സർക്കിൾ ഇല്ലായിരുന്നു. ഒട്ടും ഡാർക്ക് സർക്കിൾ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ബട്ട് യു നോ adulthood is really playing with me a lot. അപ്പം അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരേ ഒരു സാധനം ഇതായിരുന്നു. അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ മേക്കപ്പ് ഗെയിം ഒന്ന് ലെവലപ്പ് ചെയ്യാമെന്ന് വെച്ച് തോന്നി. കുറെ അധികം സാധനങ്ങളൊന്നും അല്ല, ഒരു 3 സാധനങ്ങൾ, അതും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇതാണ് ദ വെരി ഫസ്റ്റ് വൺ, മാർസിന്റെ ഡാൻസ് ഓഫ് ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്ന ഐ ഷാഡോ പാലറ്റ്. തുറന്ന് കാട്ടിത്തരാം. ഇതാണ് സാധനം. ഇതില് 5
മാറ്റ് ഷെയ്ഡ്സും 5 ഗ്ലിറ്ററി ഷെയ്ഡ്സും ആണ് വരുന്നത്. ഞാൻ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ എടുത്ത് കാട്ടിത്തരാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കണ്ടോ, 5 നോർമൽ ഷെയ്ഡ്സും അതിന് മാച്ച് ആയിട്ടുള്ള 5 ഗ്ലിറ്ററി ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ സാധനത്തിലൊക്കെ ചെറിയ ഒരു ഫിംഗർ പ്രിന്റ് പോലെ കാണുന്നില്ലേ, അത് ഞാൻ ഈ സാധനം കിട്ടിയ ആക്രാന്തത്തിൽ തോണ്ടി നോക്കിയതാണ് കേട്ടാ. ഇനി വരാൻ പോണ സാധനത്തിലാണ് തോണ്ടിയത് കറക്റ്റ് അറിയാൻ പോണത്. അപ്പൊ ഇതാണ് നമ്മുടെ ഐ ഷാഡോ പാലറ്റ്. ഐഫോൺ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് 4ാമത്തെ വട്ടാണ് ഇപ്പൊ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ പാലറ്റ്. ഇത് കൺസീലിംഗ് ഷെയ്ഡ്സ് മാത്രം വരണ ഒരു പാലറ്റും ഉണ്ട്, അതുപോലെ തന്നെ കളർ കറക്റ്റർ സാധനങ്ങളും കൺസീലറും കോൺട്യൂറും കൂടി വരുന്ന ഒരു പാലറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒറ്റ മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം വാങ്ങിച്ച് ട്രൈ ആക്കി നോക്കാം. ഇത് തുറന്ന് കാട്ടി തരാം. ഇത് തുറക്കുമ്പോഴാണ് അറിയാൻ തോണ്ടിയത് കറക്റ്റ്. 4 കളർ കറക്റ്റിംഗ് ഷെയ്ഡ്സ് വരുന്നുണ്ട്, ആൻഡ് ഒരു കൺസീലർ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു കോൺട്യൂറിംഗ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാട്ടി തരാം കേട്ടോ. കണ്ടോ, ഞാൻ തോണ്ടി നോക്കിയത് 3 കളർ ഞാൻ തോണ്ടി നോക്കിയിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഈ കളേഴ്സ് ഒക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കാന്നുള്ള സംഭവം നോക്കി പഠിക്കണം. ആകെപ്പാട് കൂടി ഓറഞ്ചിന്റെ യൂസേജ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഡാർക്ക് സർക്കിൾസിനാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ സാധനം വാങ്ങിച്ചത്. പിന്നത്തെ സാധനം ഇതാണ്, മാഴ്സിന്റെ തന്നെ ഒരു സെറ്റ് ഓഫ് 8 മേക്കപ്പ് ബ്രഷസ് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതെനിക്ക് കിട്ടിയത് ഐ തിങ്ക് 900 സംതിങ്ങിനാണ് കിട്ടിയതെന്ന് തോന്നുന്നു. 899 ആണ് കിട്ടിയതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് പാക്കേജിങ്. 4 ബ്രഷസിനെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും 4 ബ്രഷസിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 8 ബ്രഷസ് ആണ് ഇതിനകത്ത് വരുന്നത്. സാധനം തുറന്നു നോക്കാം. ഓരോ ബ്രഷിനും ഓരോ കുപ്പി കവറുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നിട്ടാ വീഡിയോ എടുക്കാറുണ്ട്, അപ്പൊ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കൽ കുറവാണ്. ഞാൻ നിലത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാട്ടിത്തരാൻ പറ്റില്ല, അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് ഇരിക്കണത്. കാണാണ്ടാ ഒരു തലോണം നിലത്തിട്ടിട്ട് അതുമ്മ മുട്ടുകുത്തിയിട്ടാണ് നിക്കണത്. നിക്കല്ല ഇരിക്കണത്. കാല് തരിച്ചിട്ട് വയ്യേ, കുറച്ചു നേരമായി ഇരിക്കണു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്രഷ് വന്നിട്ടുള്ളത് ഇതാണ്. ഇതിന്റെ പേര് ഐ ഷാഡോ പാക്കിംഗ് ബ്രഷ് എന്നാണ്. ഇതിന്റെ പേര് ബ്ലെൻഡിങ് ബ്രഷ്. നെക്സ്റ്റ് വരുന്നത് പൗഡർ ബ്രഷ്. ഇതിന് ഇതാ ആപ്പിള് വാങ്ങിക്കുമ്പോ കിട്ടണ സാധനല്ലേ, അതുണ്ട് ഇതിന്. പൗഡർ ബ്രഷ് നല്ല രസമുണ്ട്. ഇതിനകത്ത് തന്നെ കയറ്റി വെക്കാം. ചൂടെടുത്തിട്ടേ നിക്കാനും ഇരിക്കാനും വയ്യ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്രഷ് വരുന്നത്. പേര് വന്നിട്ടുള്ളത് ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്രഷ്, ആംഗിൾഡ് ലൈനർ ബ്രഷ്. ഇതിന്റെ ഉപയോഗം എനിക്കറിയാം, ലൈക്ക് ലൈൻ ചെയ്ത് ഐ ലൈനർ പോലെ ചെയ്യാനായിട്ടുള്ള ബ്രഷ് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ 6th ബ്രഷ്. ഇതിലുണ്ടല്ലോ, ഇതിലുള്ള വലിയ ബ്രഷുകൾക്കൊക്കെ ഈ പറഞ്ഞ ആപ്പിളിന്റെ വല കൊടുത്തിട്ടുണ്ട്. ഇതും വലിയ ബ്രഷാണ്, പക്ഷെ ഇതിന് ആപ്പിളിന്റെ വല കൊടുത്തിട്ടില്ല. ഇത് പാക്കേജിങ് ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് കൺസീലർ ആൻഡ് ഹൈലൈറ്റർ ബ്രഷ് ആണ്. ഇതിങ്ങനെ പിടിക്കുമ്പോഴേ മുഖത്തിട്ട് അരയ്ക്കാനായിട്ട് ഭയങ്കര തൊര വരിക. തൊര എന്നുള്ള വാക്ക് നിങ്ങളുടെ അവിടെ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, ഇല്ലെങ്കിലും കമന്റ് ചെയ്യൂ പകരം എന്താണ് പറയുന്നത്. ഇതിന്റെ പേര് പെൻസിൽ ബ്രഷ് എന്നാണ്. അമ്മേനെ കാണൂട്ടോ അതില്. ഇതിന്റെ പേര് പെൻസിൽ ബ്രഷ് എന്നാണ്. ദിസ് ഈസ് ദ ക്രീം ബ്രഷ്. ഇതിനൊക്കെ ബ്രഷ് ആവശ്യമുണ്ടോന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കണത്. പൈസ പോയാ. ഇതാണ് നമ്മുടെ 8 ബ്രഷുകള്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പെട്ടി അൺബോക്സിംഗിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇത് മൊത്തത്തിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെലവായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 2500-നും കുറവാണ്. ഇത് നിങ്ങൾക്ക് വെറുതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ, എന്താ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് കമന്റിൽ പറയുക. അപ്പോൾ ശരി, ഇതുവരെ കണ്ടിരുന്നത് തന്നെ വലിയ കാര്യം. താങ്ക് യു. ലാസ്റ്റ് വരെ കണ്ടവർക്ക് മാത്രം ടാറ്റാ. ഇനി ഇതൊക്കെ ഞാൻ ഒതുക്കി വെക്കണം. നോക്കിയത്